Hello. Welcome to market discussion of the day. Today, August 11, 2026, ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് നമ്മൾ ഇന്നലെ തുടങ്ങാനിരുന്നതായിരുന്നു. നമ്മൾ മാറ്റിവെച്ചു. അടുത്തതിൻ്റെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ബാച്ചസ് ഉണ്ടാവുക. കാരണം നമ്മുടെ നമ്മളുടെ ആൽഗോയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽഗോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ കഴിഞ്ഞ ആഴ്ച ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൽഗോയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഡിസ്കഷൻ ബോക്സിൽ ഞാൻ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മൾ ഇന്നലെ ആക്ച്വലി നമ്മൾ എല്ലാ ആഴ്ചയിലും പറയുന്നത് എന്താണ്, ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പറയാറുണ്ട്. ഇന്നലെ ഞാനത് വിട്ടുപോയെന്ന് തോന്നുന്നു. സോ അതിൽ നിന്ന് തുടങ്ങാം. സോ നമുക്ക് ഈ ആഴ്ച ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് 5:45 ADP നോൺ എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ആഴ്ചത്തെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPIയുടെ ഡേറ്റ് നാളെ രാത്രി വൈകുന്നേരം 6 മണിക്ക് US നിന്ന് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒന്ന് നമ്മളൊന്ന് അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട് രാത്രി 8 മണിക്ക്. ഓക്കെ, മറ്റന്നാൾ വ്യാഴാഴ്ച നമുക്ക് രാവിലെ 11:30 GBPയിൽ നിന്ന് കുറേ ന്യൂസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് GDP അനൗൺസ്മെൻറ്റ് തന്നെയാണ്. സോ ബേസിക്കലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത് നോക്കിക്കാണണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ വൈകുന്നേരം 6 മണിക്ക് കോർ PPIയുടെ ന്യൂസും വ്യാഴാഴ്ച വരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നത്. രാവിലെ 11 മണി തൊട്ട് യൂറോയിൽ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ചെറിയ മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളുണ്ട്. സോ ബേസിക്കലി ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാളത്തെ CPIയുടെ ഡേറ്റയും വെള്ളിയാഴ്ചത്തെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസും നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നലെ കാണാം ഗോൾഡിൻ്റെ ഒരു വലിയൊരു റാലി, അതായത് 4320-30 റേഞ്ചിൽ നിന്ന് നേരെ മാർക്കറ്റ് പോയിട്ടുള്ളത് 4430 ആണ്. ഓക്കെ, സോ ബേസിക്കലി ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4320 to 4430 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമുക്ക് എടുക്കാം അല്ലേ. സോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 4363-ലാണ്. സോ ഈ ഒരു റാലിയുടെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന NFPയുടെ ഡേറ്റയാണ്. സോ NFPയുടെ ഡേറ്റയിൽ ബേസിക്കലി ഓൾമോസ്റ്റ് 23,000 ആൾക്കാർക്ക് ജോലി കുറഞ്ഞു എന്നുള്ളൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് US ഡോളറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് വരുന്ന ഒരു ന്യൂസായിരുന്നു, ഒരു ഡേറ്റയായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ന്യൂസ് വന്നപ്പോൾ ആക്ച്വലി ഗോൾഡിന് വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. 4320-30 നിന്ന് നേരെ 4360 വരെ പോയി. പിന്നെ മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അപ്പം വി വെയർ എക്സ്പെക്ടിങ് എ ബ്രേക്ക് ഔട്ട്, റൈറ്റ്. സോ ബ്രേക്ക് ഔട്ട് വന്നത് പക്ഷേ രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് മാത്രം. ഓക്കെ, സോ അപ്പോൾ ഡെഫിനറ്റ്ലി 4430 അവിടുന്ന് എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്തു. അവിടുന്ന് പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുന്നതും നമുക്കിപ്പോൾ കാണാനും പറ്റുന്നുണ്ടല്ലേ. അപ്പം എന്തായാലും അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, അതായത് ചൈനീസ് സെൻട്രൽ ബാങ്കുകൾ ഓക്കെ ഗോൾഡ് മേടിച്ച് കൂട്ടുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസണാണ് ഗോൾഡ് മുകളിലോട്ട് പോകാൻ. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് 4350 മുകളിലായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് നടന്നു എന്നുള്ള ഒരു സെറ്റപ്പും അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. സോ എനിവേയ്സ് നമുക്ക് ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് നമുക്ക് പോവാം. ടെക്നിക്കൽ റേഞ്ചിലോട്ട് നമ്മൾ പോകുമ്പം ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ വരാം. 4363 നിൽക്കുന്നു. സോ നമുക്കൊന്ന് റീട്രേസ് ചെയ്ത് കിട്ടി 4350, 4355 അവിടെ നമുക്ക് ഈസി ആയിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം ഗോൾഡിൻ്റെ കൗണ്ടർ. ഓക്കെ, 4350 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4320-25 ലെവലിലോട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് TP 4410, സെക്കൻഡ് TP 4440. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഔചിത്യമാണ് എവിടെ TP വെക്കണം എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ,
നമ്മൾ നേരെ എന്താ പറയുക നമ്മളുടെ GBP USD വരാം. GBP USD 1.3503 നിൽക്കുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ റീട്രേസ് ചെയ്ത് താഴെ വീണ് കിട്ടിയാൽ 1.3480 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, 1.3480 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. TP നിങ്ങളുടെ ഔചിത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യാം. USD JPY 159.28 നിൽക്കുന്നു. നമുക്ക് 158.8 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് 163 എത്താൻ നേരത്ത് അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ യൂറോ USD 1.1536 നിൽക്കുന്നു. 1.1500 അവിടെ കിട്ടിയാൽ നമുക്ക് 1.1460 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എടുത്ത് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിലെ ഓപ്പർച്യൂണിറ്റിയാണ്. ബാക്കിയൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല, ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ ഒന്നും സ്റ്റോപ്പ് ലോസ് ഒന്നും അടിച്ചു പോയില്ല. ഗോൾഡിനകത്ത് പക്ക 4330 അവിടെ നിന്നുള്ള ബൈ എൻട്രി പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെടുത്തിട്ടുള്ള 4315 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടേക്ക് പ്രോഫിറ്റ് വെക്കാൻ പറഞ്ഞു. അതെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ $100 വരെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഓക്കെ, സോ എന്തായാലും കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ് ടേക്കിംഗ് ദാറ്റ് പ്രോഫിറ്റ്. ആ ഒരു ട്രേഡ് എടുത്തതിനും അത് പ്രോഫിറ്റ് ആയതിനും കൺഗ്രാജുലേഷൻസ്. സോ എനിവേയ്സ് എന്താ പറയുക, നമുക്ക് നമ്മളുടെ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നല്ല ബ്രോക്കേഴ്സ് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ആൽഗോയെക്കുറിച്ച് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.